ചോദ്യങ്ങളുള്ളവരാവുക എന്ന് പ്ലേറ്റോ ശിഷ്യരെ നിരന്തരം ഓർമ്മപ്പെടുത്തി. ചോദ്യങ്ങളുണ്ടാവണം. ഇനി നമ്മുടെ ജീവിതത്തെ നിർണായകമായി വഴി നടത്തുന്ന, മാറ്റുന്ന 3 ചോദ്യങ്ങളുണ്ട്. ഇത് സുവിശേഷത്തിൽ നിന്നും കണ്ടെത്തിയ 3 ചോദ്യങ്ങളാണ്. ആ 3 ചോദ്യങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക. ജീവിതം കുറേ മാറും, നമ്മൾ നന്നാവും. എത്ര കടുകെട്ട് ഹൃദയത്തിലും മാറ്റത്തിൻ്റെ പുഴയൊഴുക്ക് ഉണ്ടാവും. ഈ 3 ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. 1, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് മീ? ഈശോ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യമാണത്. രണ്ടാമതായിട്ട്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുക? അതും ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം, നിങ്ങളെക്കുറിച്ച് നിങ്ങളെന്താണ് പറയുക? അത് സ്നാപക യോഹന്നാനോട് നിയമജ്ഞർ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ 3 ചോദ്യങ്ങളൊന്ന് മനസ്സിലേക്ക് പതിപ്പിക്കുക. 1, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് പറയുക? പബ്ലിക് ഒപ്പീനിയൻ ഈസ് ജസ്റ്റ് ഇവാലുവേഷൻ എന്ന് മാർക്കസ് അവറേലിയസ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി. പക്ഷെ അദ്ദേഹം അതിനോടൊപ്പം കൂട്ടിച്ചേർത്തു, ലൈഫ് ഈസ് ഒപ്പീനിയൻ. ജീവിതം എന്ന് പറഞ്ഞാൽ ഒപ്പീനിയനാണ്. അപ്പോൾ ഒരാളുടെ ഒപ്പീനിയൻ ഞാൻ കേൾക്കില്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അതായത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അത്ര ബോധേഡാകണ്ട, പക്ഷെ എന്താണ് എന്നെക്കുറിച്ച് പറയുന്നതെന്ന് അറിയണം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളെന്താണ് ചിന്തിക്കുന്നത് എന്ന ഒരു ചിന്ത എനിക്കുണ്ടാകണം. അല്ലെങ്കിൽ പറയുന്നതൊക്കെ നോൺസെൻസിക്കലായിരിക്കും. അപ്പോൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചിന്തിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ പബ്ലിക് ഒപ്പീനിയൻ എപ്പോഴും ഹൃദയത്തോട് ചേർക്കണ്ട, പക്ഷെ കേൾക്കാമല്ലോ. എല്ലാം നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾ അപ്പോഴും കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ഒരാൾ മീൻ കച്ചവടം തുടങ്ങി. അയാൾ ഇങ്ങനെ എഴുതിച്ചു, ഇവിടെ പച്ചമീൻ കിട്ടും. അപ്പോൾ ആരോ വന്നിട്ട് ചോദിച്ചു, ഇവിടെ പച്ചമീൻ കിട്ടും എന്ന് അത്ര എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ വെട്ടിക്കളയുക, പച്ചമീൻ കിട്ടും എന്ന് എഴുതിയാൽ പോരെ. മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, ഈ കിട്ടും എന്ന് ചേർക്കേണ്ട ആവശ്യമുണ്ടോ? പച്ചമീൻ എന്ന് മാത്രം എഴുതിയാൽ പോരെ. വേറെ ആൾ ഒപ്പീനിയൻ പറഞ്ഞു, പച്ചമീൻ ഇവിടെ നിങ്ങൾ ചീഞ്ഞ മീൻ കൊടുക്കുന്നില്ലോ, പച്ചമീൻ എന്തിനാ എഴുതുന്നത്? പച്ച വെട്ടിക്കളയുക, മീനിന് മാത്രം മതി. അവസാനത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, മീനെന്ന് എന്തിനാ എഴുതുന്നത്? ഇവിടെ മീനല്ലേ തൊട്ട് മുമ്പിലുള്ളത്. അപ്പോൾ ചില നേരത്ത് നിങ്ങൾ ഒപ്പീനിയൻസിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. പക്ഷേ സ്റ്റിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഒന്നും അറിയാത്ത മന്ദബുദ്ധിയെപ്പോലെ ഞാൻ എൻ്റെ ശരികളുടെ വഴിയിലൂടെ നടക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ശരികളുടെ വഴിയിലൂടെ നടന്നുകൊള്ളുക. പക്ഷേ നിങ്ങളുടെ ശരി മറ്റുള്ളവർക്ക് ശരികേടായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയെങ്കിലും വേണം. നിങ്ങളുടെ ബോധ്യങ്ങൾ നിങ്ങൾ ജീവിക്കുക, പക്ഷേ യു ഷുഡ് നോ വാട്ട് അതേഴ്സ് ആർ തിങ്കിങ് അബൌട്ട് യു. അതൊന്നാമത്തെ കാര്യമാണ്. രണ്ടാമതായിട്ട്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുകൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അവർ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? ഇടയ്ക്ക് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനോട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളികളോട്, നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞിനോട് ചോദിക്കണം, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതൊരു ക്ലീശേ ചോദ്യമൊന്നും അല്ല, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സിനിമ അവാർഡ് ദാനം ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബം ഒന്നിച്ച്. മകൻ പെട്ടെന്ന് അപ്പനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മയോട് പറയുകയാണ്, നമ്മുടെ ഡാഡിക്കാണ് എല്ലാ വർഷവും സത്യത്തിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുക്കേണ്ടത്. കാരണം എന്ത് സുന്ദരമായിട്ടാണ് മമ്മിയെ ഡാഡി പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, ബെസ്റ്റ് ആക്ടറല്ലേ. അപ്പോൾ ഈ ഒരു ധാരണ കുഞ്ഞിനുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് ചോദിക്കണം, മോനെ നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം ഏറ്റവും പ്രിയപ്പെട്ടവരോട്, എടാ എന്നെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിൽ ക്ലീശയായിട്ട് കരുതണ്ട. ഇവാലുവേറ്റഡ് ലൈഫ് ഈസ് അൺലിവ്ഡ് ലൈഫ് എന്നാണ് മാർക്കസ് അവറേലിയസ് തന്നെ എഴുതിയിട്ടുള്ളത്. അതായത് ഇവാലുവേഷൻ നടക്കാത്ത ലൈഫ് ജീവിക്കാത്ത ജീവിതമാണ്. പണ്ടത്തെ ഗ്രീക്ക് ടെമ്പിളിൽ എഴുതിയിട്ടുണ്ട്, നോ തൈ സെൽഫ്, നിന്നെ തന്നെ അറിയുക. അപ്പോൾ ഏറ്റവും വലിയ വിസ്ഡം എന്ന് പറയുന്നത് തന്നെ തന്നെ അറിയലാണ്. അപ്പോൾ തന്നെ തന്നെ അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവർ, പ്രിയപ്പെട്ടവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു
എന്ന് ചോദിക്കാനുള്ളൊരു ധൈര്യമൊക്കെ ഉണ്ടാകണം. അപ്പൻ മോനെ ഉപദേശിക്കുകയാണ്, എടാ നല്ല കുലീനതയുള്ള ആളുകളാണ് ഈ വീട്ടിലുള്ളവരെല്ലാവരും. നീ മാത്രം എന്താ ഇങ്ങനെ വഴിതെറ്റിയവനായി പോയി, വഴി പഴച്ചവനായി പോയി. ഞങ്ങളൊക്കെ നല്ല അന്തസ്സോടുകൂടി നല്ല കുലീനതയോട് ജീവിക്കുന്നവരാണ്, നീ മാത്രം വഴി പിഴച്ചവനാണ്. മകൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ശരിയാണ്, ഞാൻ വഴിതെറ്റിയവനാണ്. പക്ഷേ വളരെ ഒറിജിനൽ വഴിതെറ്റിയ ആളാണ് ഞാൻ. നിങ്ങളെപ്പോലെയല്ല, നിങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്, ഡ്യൂപ്ലിക്കേറ്റ് കുലീനതയുള്ളവർ. ഞാൻ വളരെ ഒറിജിനൽ വഴിതെറ്റിയ ആളാണ്. അപ്പോൾ ചില ആളുകൾ അങ്ങനെയാണ്, അവർ ഒറിജിനലാണ്. ചില ആളുകൾ കപടത കൊണ്ട് എല്ലാം മൂടി വെച്ചാലോ എല്ലാവർക്കും അറിയാം ഡ്യൂപ്ലിക്കേറ്റാണെന്ന്. ഇതൊരു ജ്ഞാനമാണ്. ഈ ജ്ഞാനം നമുക്ക് ഉണ്ടാകണം. ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നുള്ളതൊരു തെറ്റിദ്ധാരണയാണ്. ചിലപ്പോൾ അതിനുള്ള ബോധം പോലും നമുക്കില്ല. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ഇനി അവസാനത്തെ ചോദ്യം, നീ നിന്നെക്കുറിച്ച് തന്നെ എന്താ കരുതുന്നത്? ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൻ്റെ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കണം. എന്നിട്ട് സ്വയം നീ വാലുവേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ നടക്കുന്ന വഴി ഉത്തമമായ വഴിയാണോ? എൻ്റെ നടവഴി ഉത്തമമായ വഴിയാണോ? ഈ ചോദ്യത്തിന് ഉത്തരം ഞാനല്ലാതെ പിന്നെ മറ്റാരാണ് കണ്ടെത്തുക? ചില സമയത്ത് നമുക്ക് നമ്മെക്കുറിച്ച് അറിവില്ല, നമ്മിൽ തന്നെ ആഴമില്ല. അതുകൊണ്ട് ആഴവും അറിവില്ലാത്തതുകൊണ്ട് അഭിനയം മാത്രമാണ്, മൊത്തം അഭിനേതാവായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. ഒരാൾ ഓഫീസിൽ നിന്ന് വന്നിരിക്കുകയാണ്, കോപിച്ചരണ്ട് മകനോട് പറയണം, എടാ ഈ വീടിൻ്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി നീ സ്കൂളിൽ നിന്ന് എന്തൊക്കെ കട്ടുണ്ടോന്നൊന്നും കേട്ടല്ല, എന്താ നീ കേട്ടത്? കൂളായിട്ട് പറഞ്ഞ് കുറച്ച് പെൻസിൽ കെട്ട്. അപ്പോൾ ഇയാൾ ദേഷ്യപ്പെടുകയാണ്, എടാ ആവശ്യത്തിലധികം പേന ഞാൻ ഓഫീസിൽ നിന്ന് പൊക്കി കൊണ്ടുവരുന്നില്ലേ, പിന്നെ നീ എന്തിനാണ് ഈ പെൻസിൽ കെട്ടത്? ഇതാണ് ഒരാൾ ചെയ്യുന്ന കള്ളത്തരം പോലും മനസ്സിലാക്കാത്ത വിധത്തിൽ അറിവുമില്ല, ആഴവുമില്ല, ബോധവുമില്ല. അപ്പോൾ ജീവിതകാലം മുഴുവൻ കള്ളത്തരത്തിൻ്റെ വഴികളിലൂടെ നടക്കുകയാണ്. വെള്ളയടിച്ച കുഴിമാടൊന്ന് കർത്താവ് വിളിച്ചു. അകത്ത് ജീർണതയാണ്, അകത്ത് എല്ലാ തരത്തിലുള്ള മലീമസതയുമാണ്. പക്ഷേ ഈ വെള്ളയടിച്ച കുഴിമാടമായി സ്വയം മാറിയ മനുഷ്യന് അത് തിരിച്ചറിയാനുള്ള കഴിവ് പോലില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഥ ഇങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അത് മാറ്റാൻ ശ്രമിച്ചു നോക്കുക. ആദ്യം അറിവുണ്ടാകണം. എന്താണ് എൻ്റെ കഴിവ്? എൻ്റെ കഴിവുകേടെന്ത്? എൻ്റെ ഗുണമെന്ത്? എൻ്റെ ബലമെന്ത്? എൻ്റെ ദുർബലത എന്ത്? എന്നിൽ മാറ്റേണ്ടതുണ്ട് എന്ത്? എന്നിൽ ചേർക്കേണ്ടതെന്ത്? ഇത് തിരിച്ചറിയണം. ആ തിരിച്ചറിവിന് വേണ്ടി ഞാൻ അറിവുണ്ടാക്കാൻ ശ്രമിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുക, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു നോക്കുക. അറിവുണ്ടാകണം. രണ്ടാമതായിട്ട് ആഴം കൂട്ടണം. അറിവ് കൂട്ടണം, പിന്നെ ആഴം കൂട്ടണം. ജീവിതത്തിന് കുറച്ചുകൂടെ ആഴം വേണം. വെറുതെ ഇങ്ങനെ സൂപ്പർഫിഷ്യലായിട്ട് ജീവിച്ചുകൊണ്ട് കാര്യമില്ല. ഹെൻറിച്ച് ബോയിലിൻ്റെ സുന്ദരമായ കാൻഡിൽസ് ഫോർ മഡോണ എന്ന ചെറുകഥയിൽ ഒരാളെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അയാൾ കുറേ കാലമായിട്ട് അടച്ചു വെച്ചിരിക്കുന്ന കുപ്പിയിലെ വെള്ളം പോലെയാണ്. പുറത്ത് നോക്കുമ്പോൾ നല്ല വെള്ളം, പച്ച വെള്ളം. പക്ഷേ ഒന്ന് കുലുക്കി നോക്കുക കുപ്പി, അപ്പോൾ അഴുക്ക് പടലങ്ങൾ മുകളിലേക്ക് വരും. ഒന്ന് ഉലഞ്ഞു കഴിയുമ്പോഴാണ് ചില ആളുകളുടെ അഴുക്ക് മുഴുവൻ പുറത്തേക്ക് വരിക. അല്ലെങ്കിൽ എന്തൊരു നീറ്റാണ്, എന്തൊരു ജെൻറ്റിലാണ്, എന്തൊരു സുന്ദരമായ പെരുമാറ്റമാണ്. പക്ഷെ അകത്ത് അഴുക്ക് മുഴുവൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അഴക് മൂടി അഴുക്കിനിട്ടിരിക്കുകയാണ്. അതെന്ത് പുറത്തേക്ക് വരുമെന്ന് അറിഞ്ഞുകൂടാ എന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ആഴം കൂട്ടാൻ ശ്രമിച്ചു നോക്കുക. അവസാനമായിട്ട് അഭിനയം കുറയ്ക്കുക. എത്ര കാലം അഭിനയിക്കാൻ പറ്റും? ഇപ്പം ഞാൻ നല്ലൊരു അച്ഛനായിട്ട് എത്ര നാൾ അഭിനയിക്കും? നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ച് ഭയങ്കര ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കാം. എത്ര നാൾ? അകത്ത് ഒരു കള്ളനുണ്ടെങ്കിൽ ഞാൻ പേടിച്ചുകൊണ്ടിരിക്കും. കാരണം അകത്തൊളിപ്പിച്ചിരിക്കുന്ന കള്ളനെപ്പോഴാണ് പുറത്തേക്ക് വരിക? ഈ അകത്ത് കള്ളത്തിലുള്ള ആളാണ് ഏറ്റവും വലിയ പ്രശ്നം ചുമക്കുന്ന ആൾ. കാരണം ഞങ്ങൾക്ക് പേടിയാണ്. എപ്പോഴാണ് കള്ളം പുറത്ത് വരിക? ആ പേടി ഉണ്ടാവില്ലേ? You can cheat some people for all times. You can cheat all people for some time. But you cannot cheat all the people for all the times. പഴമൊഴിയാണ്. എല്ലാ കാലത്തേക്കും ചിലരെ പറ്റിക്കാൻ പറ്റും. ഇനി കുറച്ച് കാലത്തേക്ക് എല്ലാവരെയും പറ്റിക്കാൻ പറ്റും. പക്ഷെ എല്ലാ കാലത്തേക്കും എല്ലാവരെയും പറ്റിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അതുകൊണ്ട് അഭിനയം കുറക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധിക്കെങ്കിൽ ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുക. ജീവിതം മാറും, നമ്മളും മാറും, നമ്മളിലൂടെ ലോകവും മാറും. നല്ല യാത്ര നേരുന്നു.